അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 12 യുദ്ധങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പങ്കെടുത്ത അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമാം ബുഖാരി 1893 നമ്പർ ഹദീസായി റിപ്പോർട്ട് ചെയ്യുന്നു. സമിഅതു അർബഅൻ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളിൽ നിന്ന് 4 കാര്യങ്ങൾ ഞാൻ കേട്ടു. ഫഅഅജബ്നനി, ആ 4 കാര്യങ്ങളും എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അപ്പൊ എനിക്ക് അത്ഭുതമുണ്ടാക്കുന്ന 4 കാര്യങ്ങൾ നബിതങ്ങളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഖാല, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ്, ലാ തുസാഫിരിൽ മർഅതു മസീറത യൗമൈനി ഇല്ലാ വമഅഹാ സൗജുഹാ ഔ ദു മഹ്റം. 4 കാര്യങ്ങളിൽ നിന്ന് ഒന്നാമത്തെ കാര്യം, 2 ദിവസം വഴിദൂരമുള്ള യാത്ര സ്ത്രീകൾ പോകുമ്പോൾ അവരോടൊപ്പം ഒന്നിരിക്കൽ ഭർത്താവ് വേണം, അല്ലെങ്കിൽ കുടുംബബന്ധം ഹറാമായ മക്കളോ വാപ്പയോ ആങ്ങളെയോ ആരെങ്കിലുമൊക്കെ ഇല്ലാതെ 2 ദിവസം വഴിദൂരമുള്ള യാത്ര സ്ത്രീ ചെയ്യാൻ പാടില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. ലാ തുസാഫിരിൽ മർഅതു, പെണ്ണ് യാത്ര പോകരുത്. മസീറത്ത യൗമൈനി, 2 ദിവസം ദൈർഘ്യമുള്ള യാത്ര. ഇല്ലാ വമഅഹാ സൗജുഹാ ഔ ദു മഹ്റം, ഒന്നിരിക്കൽ അവളോടൊപ്പം ഭർത്താവ് വേണം, അല്ലെങ്കിൽ കുടുംബബന്ധം ഹറാമായ പാപ്പയോ അല്ലെങ്കിൽ മകനോ ആങ്ങളെയോ അങ്ങനെയൊക്കെ വേണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, വലാ സൗമ ഫീ യൗമൈനി, 2 ദിവസം നോമ്പ് നോക്കാൻ പാടില്ല. അതേതാണ്? അൽ ഫിത്രി വൽ അദ്ഹ, ഒന്ന് ചെറിയ പെരുന്നാളിൻ്റെ ദിവസവും വലിയ പെരുന്നാളിൻ്റെ ദിവസവും. മൂന്നാമത്തെ കാര്യം, വലാ സ്വലാത്ത ബഅദ സുബ്ഹി ഹത്താ തത്ലുഅ അശംസ്, സൂര്യൻ ഉദിക്കുന്നത് വരെ സുബ്ഹി നിസ്കാരത്തിന് ശേഷം സുന്നത്ത് നമസ്കാരമില്ല എന്നും കേട്ടു. ഇതാണ് മൂന്നാമത്തെ കാര്യം. വലാ ബഅദൽ അസ്രി ഹത്താ തഗ്റുബ, അതുപോലെ അസർ നമസ്കാരത്തിന് ശേഷവും സൂര്യൻ അസ്തമിക്കുന്നത് വരെ നിസ്കാരമില്ല എന്ന് കേട്ടു. സുബഹി നിസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെയും അസറിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെയും നിസ്കാരമില്ല എന്ന് പറഞ്ഞാൽ പിന്തിയ കാരണമുള്ള നിസ്കാരമില്ല. മുന്തിയ കാരണമുള്ള നിസ്കാരം നിർവഹിക്കുന്നതിൽ കുഴപ്പമില്ല. ഒരാൾ പള്ളിയിൽ 6 മണിക്കാണ് വാങ്ങുന്ന ഒടുവിളി, അല്ലെങ്കിൽ 6:30 മണിക്ക്, 6:20 ഒരാൾ കയറി വന്നു. അപ്പോൾ അയാൾ ഒന്നുണ്ടാക്കിയിട്ട് വരിക. പള്ളിയിൽ കയറി വരുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 2 സുന്നത്തുകൾക്ക് വകുപ്പുണ്ട്. ഒന്ന്, പള്ളിയിൽ ഒന്നുണ്ടാക്കി എന്നതിൻ്റെ ഒരു സുന്നത്ത്. രണ്ടാമത്തെ സുന്നത്ത് തഹിയ്യത്തിൻ്റെ ഒരു സുന്നത്ത്. അപ്പൊ ഇവിടെ എന്തിന്റെ പേരിലാണ് ഇപ്പോൾ സുന്നത്ത്? ഒന്ന് പള്ളിയിൽ കയറിയതിൻ്റെ പേരിൽ. അപ്പൊ പള്ളിയിൽ കയറുക എന്നുള്ളത് കഴിഞ്ഞു, കാരണം മുന്തി. ഒന്നുണ്ടാക്കുക എന്നതും മുന്തി. അങ്ങനത്തെ സുന്നത്ത് നിസ്കാരങ്ങൾ കുഴപ്പമില്ല, കാരണം അത് കാരണം മുമ്പിലാണ്. അതേസമയം നിസ്കാരമാണ് മുമ്പിൽ, കാരണം ബാക്കിലാണ്. അങ്ങനെ നിസ്കാരങ്ങൾ പാടില്ല. ഉദാഹരണത്തിന് സുബഹിക്ക് ശേഷം അല്ലെങ്കിൽ അസറിന് ശേഷം ഒരാൾ യാത്ര പോവുക. അപ്പൊ യാത്രയുടെ മുമ്പിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. പക്ഷെ ആ നിസ്കാരം എന്ത് ചെയ്യരുത്? അസറിന് ശേഷം സുബഹിക്ക് ശേഷം നിസ്കരിക്കാൻ പാടില്ല. കാരണം എന്താ? നിസ്കാരം മുമ്പിൽ, യാത്ര ബാക്കില്ല, കാരണം വരുന്നേ ഉള്ളൂ. അങ്ങനത്തെ നിസ്കാരങ്ങൾ പാടില്ല. ഇസ്തിഖാറത്തിന്റെ നിസ്കാരം സുബഹിക്ക് ശേഷം പാടില്ല. അതുപോലെ തന്നെ തസ്ബീഹ് നിസ്കാരം, മുത്തലഖായ സുന്നത്ത് നിസ്കാരങ്ങൾ, ഒരു കാരണമില്ലാത്ത നിസ്കാരങ്ങളൊന്നും പാടില്ല. ആ കൂട്ടത്തിലാണ് തസ്ബീഹ് നിസ്കാരത്തെ ഫഖഹാ ഉൾപ്പെടുത്തിയത്. അതുപോലെ ഖൈറിനെ തേടുന്ന നിസ്കാരം. ഒരു കാര്യം വേണോ വേണ്ടേ? ഇപ്പം നമ്മൾ ഹജ്ജിന് പോകുന്ന സമയമായി, ഇപ്പം ഈ വർഷം പോകണോ പോകണ്ടേ, നമുക്കിങ്ങനെ ഒരു ആശങ്കയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചവനെ ചില ഖൈർ എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെടാൻ 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് നിസ്കരിക്കാം. അപ്പോൾ ആ നിസ്കാരത്തിന് ശേഷം നമ്മുടെ മനസ്സിലിങ്ങനെ ഒതുക്കി പോകണം, ഈ പ്രാവശ്യം പോകണ്ട,
അപ്പൊ ആ ഖൈറിനെ തേടുന്ന നിസ്കാരത്തിൽ ഖൈറിനെ തേടുന്നത് അവസാനം നിസ്കാരത്തിന് ശേഷമാണ്. അങ്ങനത്തെ നിസ്കാരങ്ങളൊന്നും പാടില്ല സുബഹി നിസ്കാരത്തിന് ശേഷവും. അതേസമയം ഒരാൾ സുബഹിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല, അയാൾക്ക് ശേഷം നിസ്കരിച്ചൂടെ, ഒരു കുഴപ്പമില്ല. സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ചാൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തൂഫയിൽ പറഞ്ഞില്ലേ, സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ചിട്ട് വലത്തെ ഭാഗത്തേക്കൊന്ന് ചെരിഞ്ഞു കിടക്കൽ സുന്നത്തുണ്ട് എന്നാണ്. വലത്തെ ഭാഗത്തേക്കൊന്ന് ചെരിഞ്ഞു കിടക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു. ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് വലത്തെ ഭാഗത്തേക്കൊന്ന് ഇങ്ങനെ ചെരിഞ്ഞു കിടക്കൽ സുന്നത്തുണ്ട്. അപ്പൊ സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് ഒരാൾക്ക് നിസ്കരിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ ശേഷം ഖളാ കൂട്ടുമ്പോൾ അപ്പോഴും ആ കിടത്തം പോലും നിർവഹിക്കൽ സുന്നത്തുണ്ട് എന്ന് ഫഖഹാ പറയുന്നു. അല്ലെങ്കിൽ ഒരാൾ ഇന്നലെ ഇശാ നിസ്കരിച്ചില്ല, അപ്പൊ സുബഹി നിസ്കാരത്തിന് ശേഷം അയാൾക്ക് നിർവഹിക്കണമെന്ന് തോന്നിയാൽ അത് നിർവഹിക്കാം. ഒരുപാട് നിസ്കാരങ്ങൾ ഖളാ ഉള്ള ഒരു വ്യക്തിയാണ്, അത് ഖളാ കൂട്ടാൻ വേണ്ടി അയാൾ സുബഹിക്ക് ശേഷം തന്നെ കാണുക, അല്ലെങ്കിൽ അസറിന് ശേഷം തന്നെ കാണുക. വേറെ കുറേ സമയമുണ്ട്, അതൊന്നും ചെലവഴിക്കുന്നില്ല. അത് ചെയ്യരുത്, കാരണം അത് ശറഅനോട് മത്സരിക്കലാണല്ലോ. അപ്പൊ ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, വലാ തുസദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ. പള്ളിയുടെ പുണ്യം കരുതി 3 പള്ളിയിലേക്കല്ലാതെ യാത്ര പുറപ്പെടാൻ പാടില്ല. പള്ളിയുടെ പുണ്യം കരുതിയിട്ട്, പള്ളിയുടെ പുണ്യം എന്ന് പറയുന്നത് ആകെ 3 പള്ളിക്കേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ പള്ളിയും ഒരുപോലെയാണ്. ഒന്ന് മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, ബൈത്തുൽ മുഖദ്ദസ്. ഈ പള്ളിയിൽ വെച്ചിട്ട് ഒരാൾ നിസ്കരിക്കണമെന്ന് നേർച്ചയാക്കിയാൽ ആ പള്ളിയിൽ പോയിട്ട് തന്നെ നിസ്കരിക്കണം. നമ്മളൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പള്ളിയിൽ നിസ്കരിക്കുന്നതിനെ അപേക്ഷിച്ച് 10,000 കോടിയാണ് ഹറമിലുള്ള 2 റക്അത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം. അൽഫി എന്നാ പറഞ്ഞത്. അൽഫ് എന്ന് പറഞ്ഞാൽ 1000. അപ്പൊ 3 1000 ഇട്ടാൽ പിന്നെ ഒരു 100. ഇവര് 100 ഇട്ടിട്ട് 3 0 3 പ്രാവശ്യം ഇട്ടാൽ എത്ര അക്കം വരിക? 10,000 കോടി ഉണ്ടാവും. അത്ര പ്രതിഫലമാണ് നമ്മുടെ ഈ പള്ളിയിലെ അപേക്ഷിച്ച് ഹറമിലുള്ള നിസ്കാരത്തിന്റെ മഹത്വം. അപ്പൊ ഒരാൾ ഹറമിൽ വെച്ചിട്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ നേർച്ചയാക്കിയാൽ ഇവിടുന്ന് നമ്മൾ 10,000 കോടി റക്അത്ത് നിസ്കരിച്ചിട്ട് കാര്യമില്ല, അത് അവിടെ പോയി തന്നെ നിസ്കരിക്കണം. പക്ഷെ ഒരാൾ നമ്മുടെ പൊരുക്കര പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നിസ്കരിച്ചോണം നിർബന്ധമൊന്നുമില്ല, അത് വേറെ പള്ളിയിൽ പോയി നിസ്കരിക്കാം. കാരണം ആ പള്ളി ഈ പള്ളിയൊക്കെ ഒരേ മാതിരിയാണ്. അപ്പൊ 3 പള്ളിയിലേക്കല്ലാതെ പള്ളിയുടെ ബഹുമാനം വിചാരിച്ചിട്ട് യാത്ര കെട്ടി പുറപ്പെടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഏതാണ് പള്ളി? ഒന്ന് മസ്ജിദുൽ ഹറാം, രണ്ടാമത്തെ മസ്ജിദുൽ അഖ്സ, മൂന്നാമത്തത് മസ്ജിദി ഹാദാ, എൻ്റെ ഈ പള്ളി. മദീനത്തെ പള്ളി എന്നാണല്ലോ നബി തങ്ങൾ പറയണേ. അതുകൊണ്ട് പറഞ്ഞ ഈ പള്ളി. ഇതല്ലാത്ത പള്ളികളിലേക്കോ, പള്ളി എന്ന ബഹുമാനമല്ലാത്ത മറ്റേതെങ്കിലും കാരണങ്ങളുണ്ട്. ഒരാൾ മമ്പറത്തേക്ക് പോവാണ്, അത് മമ്പറ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ. പുത്തമ്പള്ളിയിൽ പോവാണ്, അല്ലെങ്കിൽ മടവൂരിൽ പോവാണ്, ഏർവാടിയിൽ പോവാണ്, നാഗൂരിൽ പോവാണ്. ഇവിടെക്കണ്ട് പള്ളി. ഈ പള്ളിയുടെ മാത്രം വിചാരിച്ചല്ല നമ്മൾ പോണത്. പറയുമ്പോൾ നമ്മൾ പള്ളിയിൽ പോവാന്ന് തന്നെ പറയാം, അത് വേറെ കാര്യം. പുത്തമ്പള്ളിയിൽ പോവുക, ഭീമാ പള്ളിയിൽ പോവുക, അവിടെ ഈ ഹദീസ് ഇസ്കാലാക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ പള്ളിയുടെ മഹത്വം വിചാരിച്ചല്ല നമ്മൾ പോണത്. അവിടെ പോകുന്നത് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനെ സിയാറത്ത് ചെയ്യാനാണ്. അത് വേണമല്ലോ. ഹജ്ജിന്റെ ഭാഗമായി മഹാന്മാരായ ഫുഖഹാ പറഞ്ഞില്ല, ഹജ്ജ് പൂർത്തിയാണെങ്കിൽ എന്ത് വേണം? നബി തങ്ങളെ സിയാറത്ത് ചെയ്യണം. എന്നതുപോലെ തന്നെയാണ് മഹാന്മാരായ ഔലിയാക്കളെ അമ്പിയാക്കളെയൊക്കെ സിയാറത്ത്. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. പക്ഷെ അത് പള്ളിയുടെ മഹത്വം വിചാരിച്ചല്ല പോണത്. ഈ ഹദീസ് വിശദീകരിച്ച എല്ലാ മഹാന്മാരും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഒന്നാമതായി പറഞ്ഞ കാര്യം, സ്ത്രീകള് 2 ദിവസം വഴിദൂരമുള്ള യാത്ര ഭർത്താവോ അല്ലെങ്കിൽ വിവാഹബന്ധം ഹറാമായ ആങ്ങളമാരോ
പാപ്പയോ മക്കളോ ഒന്നും ഇല്ലാതെ യാത്ര പോകാൻ പാടില്ല എന്ന് പറയുന്നതിൽ നിന്ന് മഹാന്മാരായ ഫുഖഹാ നിർബന്ധമായ ഹജ്ജിനെയും ഉംറയെയും മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിനിപ്പോൾ ഭർത്താവ് തന്നെ വേണമെന്നോ അല്ലെങ്കിൽ വിവാഹബന്ധം ഹറാമായ ആങ്ങളമാർ തന്നെ വേണമെന്നോ അല്ലെങ്കിൽ വാപ്പയോ മക്കളോ ഒക്കെ വേണം എന്ന നിർബന്ധമില്ല. നിർബന്ധമായ ഹജ്ജും ഉംറയും ചെയ്യാൻ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഖുഫയിൽ രേഖപ്പെടുത്തിയത് കാണാം. ഫലഹാ ലിഅദാഇ ഫർദിൽ ഇസ്ലാമി മഅ ഇംറഅത്തിൻ ഫിഖഹ്. വിശ്വസ്തയായ ഒരു പെണ്ണോ അല്ലെങ്കിൽ അനേകം പെണ്ണുങ്ങളോടൊപ്പമോ നിർബന്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വേണ്ടി ഒരു സ്ത്രീക്ക് പുറപ്പെടുന്നത് കൊണ്ട് വിരോധമില്ല. ولها أيضا أن تخرج له وحدها إذا تيقنت الأمن على نفسها. നിർബന്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വേണ്ടി ഒരു പെണ്ണിന് സ്വന്തമായി പുറപ്പെട്ടാൽ തന്നെ യാതൊരു കുഴപ്പമില്ല എന്ന് അവൾക്ക് ഉറപ്പുണ്ട്. എന്നാലും പുറപ്പെടാം. നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന സ്ത്രീകൾക്ക് ഇപ്പം അങ്ങനെ ഒരു ഉറപ്പ് കിട്ടൂല. അത് വേറെ വെച്ചേ. ഇപ്പം മക്കത്തുള്ളൊരു പെണ്ണിന് വേണമെങ്കിൽ അങ്ങനെ പുറപ്പെടാം. സ്വന്തമായിട്ട് തന്നെ എനിക്ക് പോയി വരാൻ പറ്റും, കുഴപ്പമില്ല എന്ന് തോന്നുന്നൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ നടക്കൂലല്ലോ. ഇപ്പം അങ്ങനെ അനേകം പെണ്ണുങ്ങളോടൊപ്പം ഹജ്ജിന് ഉംറക്കും പോവുക, അല്ലെങ്കിൽ വിശ്വസ്തയായ ഒരു സ്ത്രീയോടൊപ്പം ഹജ്ജിന് ഉംറക്കും പോവുക, നിർബന്ധമായ ഹജ്ജും ഉംറയും. അതേസമയം സുന്നത്തായ ഹജ്ജും ഉംറയും ഒന്നിരിക്കെ ഭർത്താവ് വേണം, അല്ലെങ്കിൽ വിവാഹബന്ധം ഹറാമായ പുരുഷന്മാർ കൂടെ വേണം. അതാ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദാ കുല്ലുഹു ഫിൽ ഫർദി. മറ്റ് സ്ത്രീകളോടൊപ്പം പോകാമെന്നും അല്ലെങ്കിൽ വിശ്വസ്തയായ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ പോകാമെന്നും സ്വന്തം നഫ്സിന് മേൽ നിർഭയത്വം ഉറപ്പുണ്ടെങ്കിൽ സ്ത്രീക്ക് ഒറ്റയ്ക്ക് പോകാമെന്നുമൊക്കെ പറഞ്ഞത് ഫിൽ ഫർദി. ഹാദാ കുല്ലുഹു ഫിൽ ഫർദി. ഇത് ഫർളായ ഹജ്ജും ഉംറയുമാണ്. അമ്മൻ നഫ്ലു, അപ്പോൾ സുന്നത്തായ ഹജ്ജും ഉംറയും ഫലൈസ ലഹൽ ഖുറൂജു ലഹു മഅ നിസ്വാ വഇൻ കസുർന. എത്ര പെണ്ണുങ്ങൾ ഉണ്ടായാലും ഭർത്താവോ വിവാഹബന്ധം ഹറാമായ പുരുഷന്മാരോ ഇല്ലാതെ സുന്നത്തായ ഹജ്ജിനും ഉംറക്കും സ്ത്രീകൾ പുറപ്പെടാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ മസാല എങ്ങനെയാണ്? മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തഹ്ഫയിൽ പറയുകയാണ്. അപ്പൊ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അതേസമയം അങ്ങനെ സുദീർഘമായ യാത്രയൊന്നുമല്ല. വഴി വളരെ നിർഭയത്വമുള്ളതാണ്. നമ്മുടെ നാടുകളിലൊക്കെ സ്ത്രീകൾ യാത്ര പോകുമല്ലോ. അത്തരം സ്ഥലങ്ങളിൽ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തൻ്റെ തുഹ്ഫയിൽ അത്തറ് പുരട്ടി സ്ത്രീകൾ യാത്ര പോകുന്നത്, തനിച്ചുള്ള യാത്ര പോകുന്നത് അത് വൻ പാപമാണ് എന്ന് പറഞ്ഞ് വിശദീകരിച്ചുകൊണ്ട് വിശാലമായ ഹദീസുകൾ കൊണ്ടുവന്നിട്ട് അവസാനം മഹാനവരുകൾ പറഞ്ഞു, വയംബഗി ഹംലുഹു ലിയുവാഫിക ഖവായിദന അലാ മാ ഇദാ തഹഖഖത്തിൽ ഫിത്ന. ഞാൻ ഒറ്റയ്ക്ക് യാത്ര പോയാൽ എന്തെങ്കിലും നാശം ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഘട്ടത്തിലാണ് ഒരു സ്ത്രീ തനിച്ചു പോകൽ കബീറത്താണ് എന്ന് പറഞ്ഞത്, വലിയ പാപാണെന്ന് പറഞ്ഞത്. അമ്മാമാ മുജറദ് ഖശിയത്തിഹ, പേടി ഉണ്ടാവുമോ എന്ന കേവലം ഒരു ഭയം. ബഹുവ മക്റൂഹുൻ, ആ സമയത്ത് ഒറ്റയ്ക്കുള്ള യാത്ര കറാഹത്താണ്. ഔ മഅ ദന്നിഹ, അല്ലെങ്കിൽ ധാരണയിലാണ്, ഉണ്ടാകാം എന്ന ധാരണയിലാകുമ്പോൾ ബഹുവ ഹറാമുൻ ഗൈറു കബീറത്തിൻ, അത് കബീറത്തല്ലെങ്കിലും നിഷിദ്ധമാണ് എന്ന് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തൻ്റെ അസ്സവാജിർ അനിൽ കബായിർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. അസ്സവാജിർ അൻ ഇഖ്തിറാഫിൽ കബായിർ എന്ന ഗ്രന്ഥത്തിൽ മഹാനവരുകൾ പറയുന്നു. പക്ഷെ ഷാഫി ഇമാമിൻ്റെ അസ്ഹാബ്, ശിഷ്യന്മാരായ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പെണ്ണിന് യാത്ര പോകുമ്പോൾ തൻ്റെ വഴി നിർഭയത്വമുള്ള വഴിയാണെങ്കിൽ വേറെ സ്ത്രീകളോ അല്ലെങ്കിൽ
ഒരു സ്ത്രീയോ വേണമെന്ന നിർബന്ധമില്ല എന്ന് ഷാഫി ഇമാമിൻ്റെ അസ്ഹാബിൽ ചില ആളുകൾ പറഞ്ഞു എന്ന് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു തൻ്റെ ശറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും ഹജ്ജ്, ഉംറ ഇതൊക്കെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെട്ട് ഒന്നിലധികം ചെയ്യുമ്പോൾ സുദീർഘമായ യാത്രയാവുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ വിവാഹബന്ധം ഹറാമായ ആളുകളോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരോ കൂടെ വേണമെന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ ആളുകൾ രേഖപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ പിന്നെ സുന്നത്തായ ഹജ്ജും ഉംറയുമാണ് ഒരോട്ടം ചെയ്താൽ പിന്നെ സുന്നത്തായ അടുത്തത്. ആ സമയത്ത് ഞാൻ സുന്നത്തായ ഹജ്ജോ ഉംറയോ ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് നിർബന്ധമായി കഴിയും. ആ നിലക്ക് അത് ചെയ്യാനുള്ള അവസരവുമുണ്ട് എന്ന് മഹാന്മാരായ ഫുഖഹാ രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പൂർണ്ണമായും അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, പരിശുദ്ധമായ ഈ സദസ്സിൻ്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും നീ മാപ്പാക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന അമലുകളെല്ലാം നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നാഫിയായ ഇൽമുകൾ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബജീവിതം മാതൃകാപരമായ കുടുംബജീവിതമായി നീ നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളെയും ഇന്ന് ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.